എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാ ഞാൻ രേഷ്മേനെ വിളിച്ചിട്ട് വരാം. എനിക്ക് നിന്നോട് മാത്രമായിട്ടാണ് സംസാരിക്കാനുള്ളത്. എന്റെ അടുത്ത് മാത്രം? ആ, അതെന്താ? ഞാൻ നിന്റെയും ടോമിയുടെയും കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് അതിന് മുന്നേ കുറച്ച് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ടോമി എല്ലാം പറഞ്ഞോ? അവ ഒന്നും പറഞ്ഞിട്ടില്ല. അവ ഇപ്പോഴും ഒന്നും പറയാതെ മിണ്ടാതെ നടക്കുകയാണ്. എനിക്കിത് നേരെ ചെന്ന് അപ്പന്മാരടുത്ത് പറയാൻ പറ്റില്ല. അമ്മച്ചിമാരടുത്ത് പറഞ്ഞു വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ. പക്ഷേ അതിനു മുന്നേ എനിക്ക് കാര്യത്തിൽ കുറച്ച് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ആകെ ടെൻഷനാവാ. എന്ത് ക്ലാരിറ്റിയാ വേണ്ട ജോമി? എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ചോദ്യം നമ്പർ 1, നിനക്ക് അവനെ ഇഷ്ടമാണോ? ഉത്തരം കിട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 2, നീ അവന്റെ പൈസ കണ്ടിട്ടല്ലേ അവന്റെ പുറകെ വന്നത്? യോ, ഒരിക്കലല്ല. ആ, ഇനി അങ്ങനെ ആണെങ്കിലും അവൻ്റെ ഒരു പുല്ലും ഇല്ല, എൻ്റെ ഇല്ല. പിന്നെ കുടുംബ സ്വത്തുണ്ട്, പക്ഷെ അത് കിട്ടൂല. നമ്മളെ കയ്യിലിരിപ്പ് കാരണം അപ്പന്മാരത് ഏതോ അനാഥാലയത്തിന് എഴുതി വെക്കാൻ പോവേണം. ഞാനതൊന്നും കണ്ടിട്ടല്ല. കുറച്ച് മണ്ടത്തരങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ടോമി ഒരു നല്ല മനുഷ്യനാണ്. ഞാനത് മാത്രമേ നോക്കിയുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്കിനി ബാക്കി മുന്നോട്ട് പോവാം. എൻ്റെ ഒരു ആഗ്രഹത്തിനും അവ ഇതുവരെ എതിര് നിന്നിട്ടില്ല. അവൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാനും എതിര് നിന്നിട്ടില്ല. അവ ആദ്യമായിട്ടാണ് ഒരു കാര്യം എൻ്റെ നിന്ന് മറച്ചു വെക്കുന്നത്. നാണത്തിൻ്റെ നാണക്കാരൻ നാറി. എന്തുപറ്റി രേഷ്മാറ്റേക്കിരിക്കണ? മീൻ ഒന്നില്ലേ? ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ഇറങ്ങുമ്പോ തന്നെ വിളിച്ചു പറഞ്ഞാണല്ലോ. എന്നിട്ട് എന്നെ പിന്നെ വന്നിട്ട് ഒരു വിളിച്ച അഭിനയം. അല്ല, അതൊക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ എന്തെത്താത്ത ഇതുവരെ? എത്തിയല്ലോ. എത്തി മീറ്റിങ്ങിനും പോയി രാവിലെ. ഏത് മീറ്റിംഗ്? എവിടത്തെ മീറ്റിംഗ്? എന്തോന്ന് മീറ്റിംഗ്? ഇവിടുത്തെ മീറ്റിംഗ്, രാവിലത്തെ മീറ്റിംഗ്, ജോബിയുടെ മീറ്റിംഗ്. ജോമി അപ്പൊ വന്നാ? അല്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഒന്നും ഒന്നിച്ചു വരുന്നില്ലേ? മറ്റേ ചങ്ക് ചക പാട്ടൊക്കെ പാടി. എന്ത് പറ്റിയെന്ന് ലേറ്റ് ആയി വരാൻ? അവനെ എന്നെ രാവിലെ ഒരു ക്ലൈന്റ് മീറ്റിങ്ങിന് പറഞ്ഞു വിട്ടിരുന്നു. അതെയോ? ജോമി രാവിലെ വന്നായിരുന്നു. മീനിനെ വിളിച്ചോണ്ട് മീറ്റിങ്ങിനും പോയി. ഒന്നുമില്ല, എനിക്കുണ്ട് മീറ്റിംഗ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഒറ്റ വളവളന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് പണിയെടുക്കാൻ നോക്കോ. ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ലൈഫിൽ ഒരു വലിയ കാര്യമാണ്. നമ്മളത് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. അതുകൊണ്ട് മീനു ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. അവനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ ഇല്ല. പെട്ടെന്നൊന്നും വേണ്ട, ഒരാഴ്ച സമയം എടുത്തിട്ട് മറുപടി പറഞ്ഞാൽ മതി. മീനുവിന്റെ റെസ്പോൺസ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ അമ്മച്ചിയോട് ഈ കാര്യം അവതരിപ്പിക്കുകയുള്ളൂ. പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഞാൻ മീനുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മീനുവിന് അവിടെ ഡെസ്കിൽ പണിയൊന്നുമില്ലേ? അത് പിന്നെ എന്നെ സംസാരിക്കാൻ വിളിച്ചപ്പോ. അല്ലെങ്കിലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പണിയൊന്നുമില്ല. മറ്റേ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ മറ്റേ സൈറ്റ്, നമ്മുടെ ലീഡ്സ്, അതൊക്കെ വിളിച്ചോ? ആ, വിളിച്ചു. എന്നാലും കുഴപ്പമില്ല, പോയി ഒന്നുകൂടി വിളി. അതിനാ വെറുതെ വിളിക്കുന്ന ഫോളോ അപ്പ് എന്ന് പറയും. നമ്മളൊരു കാര്യം വെറുതെ നേർച്ച പോലെ ചെയ്തിവിടെ അതെന്തായി ഏതായെന്ന് അതിന്റെ പുറകെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കണം. ഇവിടെ എന്റെ പിരിവിട്ട് നിൽക്കുകയാണ്. ഞാൻ ചാടറ ചിലപ്പോ കടിച്ചു തിന്നുന്നവരെനിക്ക് വേണ്ടി പോയി പണിയറി. മീനു, ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ച് മറുപടി പറയണം. എന്തായിരുന്നു ഇത്രയ്ക്ക് ആലോചിക്കാനുള്ള കാര്യം? ഒരു വർക്കിന്റെ കാര്യം പറഞ്ഞത്. ഓ, അപ്പൊ ഞാൻ വന്നപ്പോ എന്തോ പോസിറ്റീവ് റെസ്പോൺസ് എന്നൊക്കെ കേട്ട എന്തായിരുന്നു? അതെ, ഒരു വർക്കിന്റെ കാര്യം ഞാൻ അവളോട് പറഞ്ഞു. ആലോചിച്ച് പോസിറ്റീവ് റെസ്പോൺസ് തരണം. ആ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അല്ല, നിനക്ക് എന്തൊക്കെ അറിയണോടെ? അല്ല, ഇതുവരെ പതിവില്ലാത്തവരെ കീഴ്വഴക്കങ്ങൾ ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടല്ലോ നമ്മൾ ഇതുവരെ വർക്കൊക്കെ എടുത്തോണ്ടിരുന്നത്. അതിന് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പതിവുള്ളതല്ലല്ലോ. അപ്പൊ കീഴ്വഴക്കങ്ങളൊക്കെ ഒന്ന് മാറിയെന്നിരിക്കും. നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കണം. You know that മാർഗഴി തിങ്കളല്ലവാ മണിക്കൊഞ്ചും. ഇത് ഏത് ലോകത്താണ് സ്വപ്നം കണ്ടോണ്ടിരിക്കണേ? നീ പറഞ്ഞ ശരിയാടാ. ആ ജോൺ മീനുവിന്റെ പുറകെ ഞാൻ എന്റെ കണ്ണുകൊണ്ടിരുന്നത് കണ്ടടാ. അതുകൊണ്ട് ഇനി അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ ശരിയാവൂല. എന്ത്? എടാ, എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് നമ്മുടെ കല്യാണത്തിന്റെ ചിന്തകളാണെന്നുള്ളത് ഞാൻ അവരോട് തുറന്ന് പറയാൻ പോണി. ഇനി അത് വൈകിക്കാൻ പറ്റൂല. അയ്യോ, നീ അവന്റെ അടുത്ത് ചെന്നാൽ കയറി ചെന്ന് പറ. എടാ, അവന്റെ സ്വഭാവം ഞാൻ പറയാതെ നിനക്കറിയാലോ. നീ പറഞ്ഞില്ലെങ്കിലും അവൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നം. എന്ത് പ്രശ്നം? എടാ, നിനക്ക് അവളെ ഇഷ്ടമാണ്.
ഓക്കെ, അവക്ക് നിന്റെ അടുത്ത് ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്, ആ. അതും ഓക്കെ. പക്ഷേ അവള് നിന്റെ അടുത്ത് എപ്പോഴെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് പോടാ, അതിനി പരസ്പരം പറയേണ്ട കാര്യമുണ്ട്, നമുക്ക് അറിയാന്നുള്ള കേസല്ലേ. അതായത് നീ കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിന്റെ അടുത്ത് പറഞ്ഞോ? ഇല്ല. അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്, മനസ്സിലായോ? എടാ നിന്നോട് അവൾ അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് അവൻ അവളെ നോക്കിക്കൂടാന്നല്ലോ. അവക്ക് വേണമെങ്കിൽ അവനെ തിരിച്ചു വെക്കാം. കാരണം എന്നാ, നിന്റെ അടുത്ത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലാതെ നിന്റെ അടുത്ത് അവൾ വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. ടോമി, ഈ പെമ്പിള്ളേറെ മനസ്സുണ്ടല്ലോ ഒരു പ്രഹേളിയാണ്. എന്തോന്ന്? അതിങ്ങനെ എപ്പോഴും പറയാൻ പറ്റുന്ന വാക്കൊന്നല്ല. കുഞ്ഞുനാളിലേക്ക് കുറച്ച് വായനശീലം കുറവാണ്. എംടിയും ചെങ്ങമ്പുഴയും. ഈടാ ആനന്ദവനെ, നീ പറഞ്ഞ കാര്യത്തിൽ കിടന്ന് മെഴുവാതെ എന്താണെന്ന് വെച്ചാൽ തെളിച്ച് മുന്നോട്ട് പറ. സോറി, ഞാൻ വിഷയത്തിൽ നിന്ന് ഫ്ലിപ്പായി പോയി. അതായത് ഈ പെൺകുട്ടികളൊക്കെ തുണിക്കടയിൽ പോണെന്ന് കണ്ടോ, അവരാദ്യം ഇഷ്ടപ്പെട്ട 2-3 തുണി എടുത്ത് കയ്യിലും കിടും. എന്നിട്ട് അവർ വീണ്ടും ഇങ്ങനെ പരകി പരകി നടക്കും. എന്നിട്ട് അവർ ബെസ്റ്റ് നോക്കിയും കിടക്കും. അപ്പൊ കൈ കിടക്കണ 2 തുണി വിചാരിക്കും എന്നെ എപ്പോ എടുക്കും എന്ന്. എന്നാ എടുക്കൂല. അതാണ് നിന്റെ അവസ്ഥ. ഓ, അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാൻ ആ കയ്യിൽ കിടക്കുന്ന തുണിയാണ്. യെസ്, യു ആർ മിസ്റ്റേക്കൺ ലാസ്. യു സീ മീ, ഐ ആം ബ്യൂട്ടിഫുൾ ദാൻ ടോമി. ആ എടുക്കാൻ പോകുന്ന അവൾ സെലക്ട് ചെയ്ത തുണി ഞാനാണോടാ. ടോമി, ഭംഗി മാത്രം പോരാ ടോമി, ഡ്രസ്സായി കഴിഞ്ഞാൽ ഫിറ്റ് വേണം. ആദ്യത്തെ വാഷിന് അങ്ങനെ കളറൊന്നും പോരുന്നത്, കൈ പൊക്കി കഴിഞ്ഞാൽ കഷം കയറുന്നത്, സ്റ്റിച്ചിന് ക്വാളിറ്റി വേണം. അപ്പൊ ആകെ മൊത്തത്തിൽ നോക്കുമ്പോ ഇതിനൊക്കെ യോഗ്യൻ ആരായിരിക്കും ഈ ഓഫീസിൽ? അതിലെന്താണ് ഇത്ര സംശയം? ഞാൻ ഉണ്ടാ. ഓക്കെ ഫൈൻ, ഞാനും ജോമിയും പണ്ട് തൊട്ടേ ഒന്നിച്ചുള്ളവരാണ്. ഞാൻ ഒരു കുഞ്ഞുനാൾ മുതൽ ഒന്നിച്ചുള്ളതാണ്. പരീക്ഷ എഴുതുമ്പോൾ മാർക്കൊക്കെ ഏകദേശം ഒരുപോലെ വരാറുണ്ട്. എന്ത് കാര്യത്തിലും എല്ലാം ഒന്നിച്ചൊക്കെ ചെയ്യുന്നതല്ലേ? ഓക്കെ ഫൈൻ, ഞാനും അവരും ബെസ്റ്റ്. ഓക്കെ, അതെ, രണ്ടുപേരും ബെസ്റ്റാണ്. പക്ഷെ ഈ ഓഫീസിലുള്ളവർക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. ഈ ഓഫീസിലുള്ളവർക്ക് തോന്നുന്നത് നീ എപ്പോഴും അയാളുടെ ഒരു വർക്കിംഗ് പാർട്ണർ മാത്രമായിട്ടാ. കാരണങ്ങൾ എന്നാ, ഈ ഓഫീസിൽ മിക്ക കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്ന ആരാ? ജോമി. അതെ, എപ്പോഴും നിന്റെ തോന്നൽ അങ്ങനെ ശരിയാവണമെന്നില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. ഇല്ലേ? അതൊക്കെ പോട്ടെ, ഇന്ന് രാവിലെ നീ ക്ലയന്റിനെ കാണാൻ പോയത് ആര് പറഞ്ഞിട്ടാ? ജോമി പറഞ്ഞിട്ട് അല്ലേ? എന്തി അവന് പോവാൻ പാടില്ലേ? അവന് പോയിക്കൂടെ? എടാ, അവൻ എപ്പോഴും ഒരു ബോസ് ആറ്റിറ്റ്യൂഡാണ്. നീ അവന്റെ കീഴെ പണിയെടുക്കുന്ന വെറൊരു പണിക്കാരൻ മാത്രം. ഇതൊക്കെ പോട്ടെ, ആ കറങ്ങണ CEO കസേരയില് നീ എപ്പോഴെങ്കിലും ഇരുന്നുണ്ടോ? സ്വന്തമായിട്ടൊരു കസേര പോലും ഇല്ല. നോ വയലൻസ് ടോമി, യൂസ് യുവർ ബ്രെയിൻ. ഇതെല്ലാം വെച്ച് മീന് നോക്കുമ്പോ നിന്നേക്കാളും ബെറ്റർ ജോമി അല്ലേ? മതി, നിർത്ത്. ഞാൻ എന്തിയോടാ ലാസറേ? അങ്ങനെ വഴിക്കുക. ജോമി, നീ ഇവിടുത്തെ മെയിൻ ആവണം, മനസ്സിലായോ? അതെല്ലാവർക്കും ഫീൽ ചെയ്യണം. ഞങ്ങളുടെ എല്ലാവരും ബോസ് എന്ത് ചെയ്യണം? ഇവിടുത്തെ സമ്പൂർണ്ണ അപ്രമാദിത്വം ടോമി ആയിരിക്കണം. നീ ഒന്ന് ആലോചിക്കേ, എല്ലാം നിന്റെ കൈക്കുള്ളിൽ. മീനു നിന്റെ മാത്രം. നീയൊക്കെ നാളെ തൊട്ട് കണ്ടോ, ഇത്രയും ദിവസം അവരെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ ടോമിയുടെ ആട്ടം നീയൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ. എന്തൊരു നാളത്തേക്കാക്കണം, ഇന്ന് തന്നെ തുടങ്ങിക്കൂടെ? ഓക്കെ, മന്തി കഴിക്കാൻ പോകാൻ വിളിക്കുന്നു. ഈ അവസരം നീ മുതലെടുക്കണം. മരമുണ്ട്. അതെ മേഡം, ലാസർ പറഞ്ഞ പണി കൃത്യമായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ബലവും കണ്ടു തുടങ്ങി. എന്താടാ? പ്രസക്തത്തിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ടോമി മീനു ജോഡികളെ അധികകാലം വാഴിക്കാതിരിക്കാനുള്ള പണി ജോമിയെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. അതും ജോമി പോലും അറിയാതെ. നീ തള്ളിമറിക്കലൊക്കെ മാത്രമേ ഉള്ളൂ, ഇതൊക്കെ നടപടിയാവാനാണ്. അതെ മേഡം, ഈ ലാസറെ അങ്ങനെ കുറച്ചാണല്ലേ കേട്ടോ. നല്ല ഒന്നാന്തര A ക്ലാസ് പണി കൊടുത്തിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ ലാസർ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടൊന്നും പൊളിഞ്ഞുകൊള്ളാന്ന് മേഡത്തിന് അറിയാലോ. അതിന്റെ അഹങ്കാരത്തോടെ തന്നെ ഞാൻ പറയാം, നല്ല ഒന്നാന്തര ബോംബ് അവർക്കിടയിൽ ഞാൻ പൊട്ടിക്കും. ശരി, ഇപ്പൊ അവന്മാരെവിടെ ഉണ്ട്? അവരപ്പന്മാരെ വിളിച്ചു വരുത്തി ഇവന്മാരെ അടിച്ചിറക്കാനുള്ള വഴി എന്തെങ്കിലും ശരിയായിട്ടുണ്ടോ? ഓ, ആക്രാന്തം കാണിക്കാതെ മേഡം, പടിയായിട്ടാണ് ഞാൻ പണി കൊടുക്കാൻ പോകുന്നത്. ഈ ക്യാബിനിൽ നിന്ന് ലാസ്റ്റ് ഞാൻ ഇറങ്ങാൻ നേരത്ത് മേഡത്തിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. അവന്മാർക്കിട്ടുള്ള പണി കൊടുത്തിട്ട് ഞാൻ ഇതിനകത്ത് തിരിച്ച് കാല് കുത്തും. വീണ്ടും ഞാൻ ഇതിനകത്ത് കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ മേഡത്തിന് ഊഹിക്കാലോ. ശരി, ഞാൻ നിന്നെ സംശയിച്ചു.
സത്യം തന്നെ. നീ ഇപ്പോ അതല്ലെന്നുള്ളത് പ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ. നീ ഇതെനിക്കൊന്ന് ശരിയാക്കിത്താ. നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു സമ്മാനം ഈ മേരി നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. മേഡം, അങ്ങനെയാണെങ്കിൽ ആ സമ്മാനം മാറ്റി വെച്ചു. നീയൊക്കെ ഈ മേരിയെ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ. നല്ല കിട്ടില്ല ഫുഡ് സ്പോട്ട് ആയിരുന്നല്ലേ. ഇതെന്താ നമ്മൾ കണ്ടുപിടിക്കാൻ എത്ര ലേറ്റ് ആയേ? നമ്മളല്ല, ഞാൻ കണ്ടുപിടിച്ച സ്പോട്ട്. ആരാണെങ്കിലും നല്ല സ്പോട്ട് കൊള്ളാം, നല്ല മന്തിയായിരുന്നു. എന്നാ എനിക്ക് ഇന്ന് കഴിച്ച മന്തി അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒരു ഓക്കെ ഫീലാണ് തോന്നിയത്. നല്ലത് നായ്ക്കറിഞ്ഞോളാം, അത് പണ്ടേ പറയും. മിസ്റ്റർ ജോമി, ഈയിടെയായിട്ട് താങ്കൾക്ക് ഈ അസേഷനത് കുറച്ച് കൂടുന്നു. ഒരു ഹിറ്റ്ലർ മനോഭാവം. എവിടുന്നോ രാവിലെ 2 വാക്ക് പഠിച്ച്, എന്നിട്ട് അത് കൃത്യമായിട്ട് എവിടെ കൊണ്ട് അടിക്കാൻ നോക്കിയിരിക്കുന്നു അല്ലേ? ഓ, ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിൽ കയറി ഇത്രയും തമാശയൊന്നും അടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ ജോമി. എന്നിട്ട് ടോമിക്ക് മീനുവിനും ഒരേ ടേസ്റ്റ് ആണല്ലോ. അതറിയാൻ നീ ഇവരെ പിടിച്ച് നക്കി നോക്കിയ. ശരി, ഞാൻ പോണു, എനിക്ക് വേറെ പണിയുണ്ട്. മീനു, ഞാൻ നേരത്തെ ഏൽപ്പിച്ച വർക്ക് എന്തായി? അത് ഫോളോ അപ്പ് ചെയ്തു? ചെയ്തു. ഞാനത് ജോമിക്ക് അയച്ചു കൊടുത്തായിരുന്നല്ലോ. അത് ജോമിക്ക് അയച്ചു കൊടുക്കുക അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാനല്ലേ ചോദിച്ചെന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഉണ്ടായിരുന്നോ? എവിടെയെങ്കിലും പോയി കിടന്നിട്ട്? അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു കാര്യം ഏൽപ്പിച്ചാൽ ആ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്യണം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ പോരെ. ഞാൻ ആർക്കെങ്കിലും അപ്ഡേറ്റ് ചെയ്യണ പരിപാടിയൊന്നും ഇവിടെ നടക്കൂല. ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. അത് ഞാൻ ഏൽപ്പിക്കുന്ന ഏത് കാര്യമാണെങ്കിലും ഇനി അങ്ങോട്ട് ഈ ഓഫീസിലെ ഓരോ കാര്യങ്ങളും എന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം കേട്ടല്ലോ. വെയിൽ ഉച്ചയിലടിച്ചപ്പോ ഇവൻ ഇളവി എന്ന് തോന്നുന്നു. എടാ ഒന്ന് എണീറ്റ്, എനിക്ക് വർക്കുണ്ട്. എടാ എനിക്ക് വർക്കുണ്ടെന്ന്. എനിക്കും വർക്കുണ്ട്. നീ ഇപ്പൊ ഫോൺ കുത്തിക്കൊണ്ടല്ലേ ഇരിക്കണത്? എനിക്കൊരു മെയിൽ വരാനുണ്ട്, അതിന് വെയിറ്റ് ചെയ്യണം. അല്ല, ഞാൻ ഇതൊക്കെ എന്തിന് തന്നോട് എക്സ്പ്ലെയിൻ ചെയ്യണം? ഇതെന്റെ കൂടെ ചെയറാണ്. ചെയറാ? എടാ നീ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ പെരുമാറല്ലേ. നീ ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ ഓണറാണ്, അത് മറക്കരുത്. അത് നീയും മറക്കരുത്. ഈയിടെ എനിക്ക് മെയിലൊക്കെ അയക്കാനുണ്ടെന്ന് എണീക്കാൻ. ഞാൻ എണീറ്റ് നീ ഇരുന്ന പോലെ തന്നെ. വെളിയിൽ ആയിരുന്നിട്ട് സിസ്റ്റം ഉണ്ടല്ലോ, അവിടെ പോയിരുന്ന് വർക്ക് ചെയ്യണം മിസ്റ്റർ. ഇവിടെ തന്നെ ഇരിക്കണം. എന്താണ് ഇത്ര നിർബന്ധം? മന്ത്ലി റിപ്പോർട്ട്. എന്റെ സിസ്റ്റം ഫ്രീ ആണ്. അല്ല, എന്റെ സിസ്റ്റം ഫ്രീ അല്ല. എനിക്ക് ഒത്തിരി പണിയുണ്ട്. അല്ല, ഇവിടുത്തെ എന്ത് കംപ്ലൈന്റ് ആയോ? എന്തോ കാര്യമായ തകരാറുണ്ട്. മീനുവിന്റെ സിസ്റ്റം ഫ്രീയാ. അവളാണെങ്കിൽ അവിടെ വെറുതെ ഇരിക്കുക. അവളുടെ സിസ്റ്റം യൂസ് ചെയ്യാം, അവളെ പണിക്കും കൂട്ടാലോ. അപ്പൊ നീ ഇവിടെ ഇരുന്നു, ഞാൻ എടുത്തോളാം. അത് വേണ്ട, നീ ഇവിടെ ഇരുന്നോ, ഞാൻ അവിടെ പോയിരുന്നോളാം. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അത് കുഴപ്പമില്ല, സംസാരിക്കാൻ സമയമില്ല. എനിക്ക് ഒരുപാട് പണിയുണ്ട്. വന്നിരിക്കാൻ അവിടെ ഇരി. ആവോ. മീനുവിന്റെ പേര് വന്നേക്കത്തേക്കുള്ള ഒരു ഓട്ടം കണ്ടോ? മതി മതി മതി, പോയി പണിയെടുപ്പോ. റിപ്പോർട്ട് ചെയ്തു. അതെ, ഇന്ന് രാവിലെ മോർണിംഗ് മീറ്റിംഗിന് ജോമി എന്താണ് പറഞ്ഞത്? അതൊക്കെ ഉണ്ട്. അതൊന്നും നിന്റെ അടുത്ത് പറയൂലേ? അത് അത് പിന്നെ ചിണുങ്ങാതെ കാര്യം പറയണേ. ഗുഡ് മോർണിംഗ് മേരി മാഡം. ഗുഡ് മോർണിംഗ് എന്നാണ് അവൻ പറഞ്ഞത്. ഇവിടെ എന്താ ലൂസ് സ്റ്റോക്ക്? നമുക്ക് ഇവിടെ പണിയൊന്നുമില്ലേ? അത് പിന്നെ ക്ലയൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തായിരുന്നു. അങ്ങ് 1 കിലോമീറ്റർ ദൂരത്തെ ഏലത്തോട്ടത്തിൽ ഏലം നുള്ളുന്ന പെണ്ണുങ്ങളിൽ ആരൊക്കെ പണിയെടുക്കുന്നില്ല എന്ന് എന്റെ തോട്ടം ബംഗ്ലാവിൽ ഇരുന്ന് കണ്ടുപിടിക്കുന്നവളാ ഞാൻ. എന്റെ അടുത്ത് വിളച്ചിലെടുക്കരുത്. ജോമിക്ക് ഫയൽ കൊടുത്തോ? കൊടുത്തു. അല്ല, ജോമിക്ക് ഫയൽ കൊടുക്കുന്നതായിരുന്നു ഞാൻ മേരി മാഡത്തിനോട് പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെ മേരി മാഡം അറിഞ്ഞു? അപ്പൊ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. അത് മതി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ ഒരേ സാലറി അല്ലേ കിട്ടുന്നത്? എന്നിട്ട് രേഷ്മ അതിനുള്ള ജോലി എടുക്കുന്നുണ്ടല്ലോ. മീനുവിന് മാത്രം എന്താ കുഴപ്പം? അയ്യോ മാഡം, ഞാൻ പണിയെടുക്കുന്നുണ്ട്. കുറച്ച് ഫ്രീ ടൈം കിട്ടി. ഇപ്പം ഫ്രീ ആക്കി തരാം, മുഴുവനായിട്ട് ഫ്രീ ആക്കി തരാം ഞാൻ.
ടോമി ഇപ്പൊ നിന്റെ തൊലിക്ക് വേദനിക്കുന്നുണ്ടല്ലേ? എന്താ നിനക്ക്? എടാ നീ എന്റെ മുതലാളി എനിക്ക് പക്ഷെ ഒരു കാര്യം നിന്റെ അടുത്ത് പറഞ്ഞേ പറ്റും. എന്ത് ഈ തൊലി വല്ല ചെരുപ്പം പിടിക്കാൻ കൊടുത്തിട്ട് വീട്ടിൽ പോണ ലാസർ? എന്റെ ലാസർ, ഞാൻ നിന്റെ അടുത്ത് എന്നാ പറഞ്ഞത്? ഈ കമ്പനിയിലെ മെയിൻ അവനല്ലേ? അവൻ ശ്രമിച്ചോണ്ടിരിക്കല്ലേ? ഞാൻ ശ്രമിച്ചോണ്ടിരിക്കും. എടാ നീ സ്നേഹിക്കണ പെണ്ണിനെ അവരിങ്ങനെ ഇട്ട് ഫയർ ചെയ്തിട്ട് നീ ഒരു അക്ഷരം വേണ്ടിയ അത് പിന്നെ അവരിങ്ങനെ വന്ന് പറഞ്ഞപ്പോ ഞാൻ സ്റ്റക്കായി പോയില്ലടാ. സ്റ്റക്കായിപ്പോയി. അതേല്ലേ? എടാ കഴിഞ്ഞ ദിവസേ എന്നെ മീനുവിന്റെ മേരിമയുടെ ഇവിടെ ഇട്ട് ഫയർ ചെയ്തിട്ടുണ്ടല്ലോ, ടോമി ഉണ്ടായിരുന്നു. അന്നേരം അവനിവിടെ നിന്നൊരു നിപ്പുണ്ട് മോനെ, നീ അത് കാണാറുന്നു. മീനുവിന് എന്തായാലും ഇന്നെല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്ത്? ഈ കമ്പനിയുടെ വെറും ഒരു പാർട്ട്ണറാണെന്നും ഗുണവും മണവും ഇല്ലാത്തൊരു മണഗുണാഞ്ചനാണെന്നും. ലാസറ നീ കുറെ നേരം കൊണ്ട് എന്നെ താറടിക്കുന്നുണ്ട്. നിനക്ക് ഈ ടോം നേരം നീ ഇപ്പൊ ഈ നിമിഷത്തെ ഞാൻ കാണിച്ചു തരട്ടെ. കാണിച്ചാടാ. കാണോ? കാണും. മേരി ആന്റി. എന്താ നിനക്ക് BP ഉണ്ടോ? ഉണ്ടെങ്കിൽ ചുമ്മാ അല്ല നിന്ന് വരുന്നത്. നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? കുറെ ആയി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചു വെച്ചിട്ടുണ്ട്, ഈ ഓഫീസിലുള്ള സ്റ്റാഫുകളൊക്കെ നിങ്ങളുടെ തോട്ടത്തിൽ ഏലം നുള്ളാൻ വരുന്ന പെണ്ണുങ്ങളെ പോലെ നിങ്ങൾക്കിട്ട് പന്ത് കളിക്കാനുള്ളവരാണെന്ന്. അതൊക്കെ ആ പട്ടടി പാവങ്ങളടുത്ത് നടക്കും, ഇവിടെ നടക്കൂല. നടക്കും, ഇവിടെയും നടത്തും ഈ മേരി. നടക്കും. നിങ്ങൾ ഇതുവഴി തേരാ പാരാ നടക്കും. എന്നാൽ അവരുടെ രോമത്തിൽ പോലും നിങ്ങൾ തൊടൂല. Maybe they are poor, monthly salary staffs, but they are not beggars. Once again you try to scold them in front of me, I will pull your tongue and make bender pepper fry. Mind it, you bloody old lady. അതെ, ഈ ടോമി എന്നും തൊഴിലാളികൾക്ക് ഒപ്പം നിൽക്കുന്നവനാണ്. വെറും ടോമി അല്ല, ഈ ഓഫീസിലെ സകല കാര്യങ്ങളും തീരുമാനിക്കുന്ന ആ മുതലാളി ടോമി. ആരും ഒന്നും കേട്ടില്ല. ഒന്നും ഒന്നും കേട്ടില്ല. പോട്ടെ, വെള്ളം കുടിയ കുടിറാ. രാവിലെ എത്ര വൈകി വന്നാലും കറക്റ്റ് ടൈമിൽ വീട്ടിൽ പോയിക്കോളൂ രണ്ടുപേരും അല്ലേ? അത് ഞങ്ങൾ നിന്നെ പോലെ ഇവിടെ അടിമക്കണ്ണൊന്നുമല്ലല്ലോ. അടുത്ത പണി കഴിയുമ്പോൾ ഞങ്ങൾ പോകും. പണിയേ ഏത്? ഞാനിനി പോയി ചായപ്പൊടി പഞ്ചസാര തീർക്കണല്ലേ ഇത്ര വലിയ പണി? അതെ, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചായപ്പൊടി പഞ്ചസാരയൊന്നല്ലോ. ഞങ്ങളുടെ വർക്കിന്റെ സ്ട്രെസ് ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു 5 ചായ കൂടുതൽ കുടിക്കേണ്ടി വരും, അത്ര തന്നെ. ഓ നമ്മളില്ലേ, നിങ്ങളൊക്കെ ഇപ്പൊ വലിയ മുതലാളി കാട്ടുകൾ. അതെ, നിനക്ക് എന്തെങ്കിലും ചെയ്യാണ്ടോ? നീ വരുന്നുണ്ടോ? ഞാൻ പോവാ, എനിക്കൊന്നും വയ്യ ചുമ്മാ ഇങ്ങനെ ചൊറി കേട്ടോണ്ടിരിക്കാൻ. മീനു നിക്ക്, ഞാൻ വരുന്നു. എന്റെ പൊന്നു ലാസറേ, ഈ മീനുവിന്റെ ഇങ്ങനെ നടന്ന് ചൊറിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? എന്റെ രേഷ്മേ, നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല ആൾക്കാർ. അതിപ്പോ ആരാ നമ്മൾ വിചാരിക്കാത്ത പോലെ ഒരാൾ? അതിപ്പോ ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കണ്ടിട്ടും കേട്ടിട്ടും എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ അതെനിക്ക്. എന്റെ പൊന്നു ലാസറേ, അതിപ്പോ ലാസറേ പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റും വിശ്വസിക്കാൻ പറ്റുന്നതാണോ അല്ലാത്തതാണോ എന്ന്. ഞാനേ ടോമിയുടെ കാര്യം പറയണം. ടോമിക്ക് എന്താ അതിന് പറ്റിയേ? കുറച്ചു നേരം മുമ്പേ ടോമി മേരി മേഡത്തിന്റെ ക്യാബിനിലേക്ക് കയറി പോണ്ടാവും. ഇതത്ര പതിവില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അവനെ ഫോളോ ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ പമ്പ് ചെയ്തു. പക്ഷെ അവർ സംസാരിച്ചത് എന്താണെന്ന് എനിക്ക് അത്ര വ്യക്തമായില്ല.
പക്ഷെ മനസ്സിലാക്കിയിടത്തോളം ടോമി നമ്മളെല്ലാവരും ചതിക്കുക. ലാസ്റ്റ് ടോമിയെ പറ്റി അനാവശ്യം പറയുന്നത് കേട്ടോ. എന്റെ പൊന്നു രേഷ്മ, ടോമിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഞാൻ അവിടെ കേട്ടത് ഇവിടെ ഒന്ന് പറഞ്ഞു കാര്യം. നിങ്ങളുടെ നല്ലതിനു വേണ്ടി മാത്രം ഞാൻ ഈ പറയണത്. ലാസ്റ്റ് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് വയ്യ. ഞാനെല്ലാം ഇവിടെ വന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്നെ കള്ളനാക്കാൻ വേണ്ടിയല്ലേ? നമ്മളാരും ഈ കമ്പനിയിൽ മര്യാദയ്ക്ക് പണിയെടുക്കുന്നില്ല എന്ന് ടോമി മേരി മേഡത്തിൻ്റെ അടുത്ത് പറഞ്ഞ് മേരി മേഡത്തിനെ ഇളക്കി. മനസ്സിലായോ? അതിലത്ര അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഞാൻ ഞെട്ടിയത് ഇതിനെല്ലാം കൂട്ട് നിൽക്കുന്നത് ജോമിയാണെന്ന് അവൻ പറഞ്ഞപ്പോൾ. ജോമിക്കെതിരെ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്തു പോകുമല്ലോ, അതാണല്ലോ ഇവിടുത്തെ അവസ്ഥ. എനിക്ക് ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ? ടോമിയും മീനും തമ്മിലുള്ള ബന്ധം വീട്ടിൽ സമ്മതിക്കണമെങ്കിൽ അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതാരാ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്? മേരി മേഡം. മേരി മേഡം അത് സമ്മതിക്കണമെങ്കിൽ ടോമി മേരി മേഡത്തിൻ്റെ പക്ഷത്താണെന്ന് വിശ്വസിക്കണം. അപ്പം അതിനൊരു ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഞാനും താനും ടോമിയും, അതായത് നമ്മളെ 3 പേരെയും ചതിക്കണം, പ്രത്യേകിച്ച് ടോമീനെ. രേഷ്മേ, ഒന്ന് ആലോചിച്ച് നോക്കി. മീനും ടോമിയും രാത്രി മണിക്കൂറോളം സംസാരിക്കണ്ടേ? അപ്പോൾ എന്തായാലും മീനും അറിയാതെ ഒരു കാര്യം നടക്കില്ലല്ലോ. അതുകൊണ്ട് മീനും കൂടി ചേർന്നാണ് ഇതിനൊക്കെ കൂട്ടുവെക്കുന്നത്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് മണ്ടന്മാരാക്കുക. ഓഹോ, എന്റെ കൂടെ നിന്ന് എനിക്കിട്ട് എന്നെ പണിയെന്ന് വിചാരിച്ചോളൂ. രേഷ്മേ, സൂക്ഷിച്ച ദുഃഖിക്കണ്ട. എടാ, നീയൊക്കെ നിങ്ങളുടെ ഇടയിൽ ചിരിച്ചും കളിച്ച് നിൽക്കുന്ന രേഷ്മനെയല്ലേ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇനിയൊരു മുഖം കൂടിയുണ്ട്. അത് എനിക്കിട്ട് താങ്ങുന്നവൻ ആരായാലും അവനെ തിരിച്ച് ഞാൻ താങ്ങിയിരിക്കും. അതിപ്പോ ഏത് മീനും ആയാലും ഏത് ടോമിയും ആയാലും.